we discuss about liquid suction heat exchanger. നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ അല്ലെങ്കിൽ LSHX എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് അതിൻ്റെ ഒരു സ്കീമാറ്റിക്, എന്താണ് അതിൻ്റെ ഒരു തിയറി എന്ന് നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് തിരിച്ച് ഡെഫിനിഷൻസിലേക്ക് വരാം. അപ്പോൾ നമുക്ക് സാധാരണ ഒരു വേപ്പർ കംപ്രഷൻ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതിൽ കംപ്രസർ ഉണ്ടാകും, കണ്ടൻസർ ഉണ്ടാകും, എക്സ്പാൻഷൻ വാൽവ് ഉണ്ടാകും, ഇവാപ്പറേറ്റർ ഉണ്ടാകും. ഓക്കെ, ഇവാപ്പറേറ്ററിന് വെളിയിൽ വരുന്ന അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിലെ റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് സൂപ്പർ ഹീറ്റഡ് ആയാലും ഡ്രൈ സാച്ചുറേറ്റഡ് ആയാലും അല്ലെങ്കിൽ വെറ്റ് വേപ്പർ ആയാലും അതിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു കംപ്രസറിൻ്റെ എക്സിറ്റിൽ വരുന്ന റെഫ്രിജറൻ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചറുമായിട്ട്. അതും അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന റെഫ്രിജറൻ്റ് വേപ്പറിൻ്റെ ടെമ്പറേച്ചർ കുറവായിരിക്കും, വളരെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു കണ്ടൻസറിൻ്റെ എക്സിറ്റിൽ വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റ് ടെമ്പറേച്ചറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സബ് കൂളിംഗ് പ്രോസസ്സിന് വേണ്ടിയും, അതായത് കണ്ടൻസറിന് വെളിയിൽ വരുന്ന ലിക്വിഡിനെ ഒന്നും കൂടെ കൂൾ ചെയ്ത് അതിനെ സബ് കൂൾഡ് അല്ലെങ്കിൽ അണ്ടർ കൂൾഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാനും, അതുപോലെ തന്നെ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പറിനെ ഒന്നും കൂടെ ഹീറ്റ് ചെയ്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറ്റിയിട്ട് കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യാനും കൂടിയാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, സൂപ്പർ ഹീറ്റ് ചെയ്യുന്നതിലൂടെയും അല്ലെങ്കിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന റെഫ്രിജറൻ്റ് വേപ്പർ സൂപ്പർ ഹീറ്റഡ് ആക്കിയാലും, അതുപോലെ തന്നെ കണ്ടൻസറിന് വെളിയിൽ വരുന്ന റെഫ്രിജറൻ്റ് സബ് കൂൾഡ് ആക്കിയാലും നമുക്ക് എന്ത് സംഭവിക്കും? റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് കൂടും. അപ്പോൾ അതുകൊണ്ട് തന്നെ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂട്ടാൻ വേണ്ടിയുള്ളൊരു സിസ്റ്റമാണ് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു കംപ്രസറുണ്ട്, ഒരു കണ്ടൻസറുണ്ട്, എക്സ്പാൻഷൻ ഡിവൈസ് ഉണ്ട്, ഇവാപ്പറേറ്റർ ഉണ്ട്, ഇനിയൊരു ഹീറ്റ് എക്സ്ചേഞ്ചറുണ്ട്. ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ എന്നാണ് നമ്മൾ വിളിക്കുക. ഇനി ഇവാപ്പറേറ്ററിന് വെളിയിൽ വരുന്ന ലിക്വിഡ് അല്ലെങ്കിൽ 0.6 ഇവാപ്പറേറ്ററിന് വെളിയിൽ വരുന്ന ലിക്വിഡ് അല്ല റെഫ്രിജറൻ്റ്, അതിൻ്റെ കണ്ടീഷൻ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണെന്ന് കരുതുക. അതായത് ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ആ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറിനെ നമ്മളൊരു ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നു. അതിനുശേഷം അത് കംപ്രസറിൽ കൂടെ കടന്നു പോകുന്നു, കംപ്രസ് ചെയ്യുന്നു, ദെൻ കണ്ടൻസറിൽ കൂടെ കടന്നു പോകുന്നു, ലിക്വിഡായി മാറുന്നു. ദെൻ ആ ലിക്വിഡിനെ നമ്മൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നു, ദെൻ എക്സ്പാൻഡ് ചെയ്യുന്നു, ദെൻ ഇവാപ്പറേറ്ററിലേക്ക് പോകുന്നു. ഇതാണ് ആ റെഫ്രിജറൻ്റിൻ്റെ ഫ്ലോ. അപ്പോൾ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്. ആ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറാണ്, മാത്രമല്ല അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ലോ ആണ്. അപ്പോൾ ആ ലോ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻ്റ് വേപ്പറിനെ ഞാൻ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നു. ഓക്കെ, അതോടൊപ്പം തന്നെ കണ്ടൻസറിന് വെളിയിൽ വരുന്ന അത് സാറ്റുറേറ്റഡ് ലിക്വിഡാണ്. ആ സാറ്റുറേറ്റഡ് ലിക്വിഡാണെന്ന് പറഞ്ഞാലും അതിൻ്റെ ടെമ്പറേച്ചർ വളരെ ഹൈ ആണ്. കാരണം എക്സ്പാൻഷൻ നടക്കുമ്പോഴാണ് ഈ ഹൈന്ന് വളരെ ലോ ടെമ്പറേച്ചറിലേക്ക് താഴ്ന്നു വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ടൻസറിൻ്റെ എക്സിറ്റിലുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് അല്ലെങ്കിൽ സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറിലാണ്. കാരണം 0.3 ആ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ലിക്വിഡ് റെഫ്രിജറൻ്റാണ്. അപ്പോൾ ഇനി ആ ഹൈ ടെമ്പറേച്ചറുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റിനെ ഞാൻ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടത്തി വിടുന്നു. അപ്പോൾ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ ഒരു ഡയറക്ഷനിൽ ലോ ടെമ്പറേച്ചർ ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ ഫ്രം ദ ഇവാപ്പറേറ്റർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡയറക്ഷനിൽ ഹൈ ടെമ്പറേച്ചർ സാറ്റുറേറ്റഡ് ലിക്വിഡ് റെഫ്രിജറൻ്റ് ഫ്രം ദ കണ്ടൻസർ ഫ്ലോ ചെയ്യുന്നുണ്ട്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ റെഫ്രിജറൻ്റ് വേപ്പർ ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന റെഫ്രിജറൻ്റ് വേപ്പർ ലോ ടെമ്പറേച്ചറാണ്, കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് ഹൈ ടെമ്പറേച്ചറാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഈ റെഫ്രിജറൻ്റ് വേപ്പർ ലിക്വിഡ് റെഫ്രിജറൻ്റ് ഹൈ ടെമ്പറേച്ചറിലുള്ള കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻ്റിന് ഹീറ്റ് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നത് പോലെ എന്ത് സംഭവിക്കുന്നു?
ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നു പോകുന്ന ആ വേപ്പർ റെഫ്രിജറൻറ്റ് ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റിൽ നിന്ന് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. മീൻസ് പോയിൻറ്റ് 1 എന്ന് പറയുന്ന കണ്ടീഷനിൽ എത്തുമ്പോൾ ആ വേപ്പർ റെഫ്രിജറൻറ്റ് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ക്ലിയർ ആയല്ലോ? ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ അത് ഡ്രൈ സാറ്റുറേറ്റഡ് ആയിരുന്നു എങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ചറിൽ കൂടെ കടന്നു പോകുമ്പോൾ ഹീറ്റ് എക്സ്ചേഞ്ചറിന് വെളിയിൽ വരുന്നു. അതാണ് പോയിൻറ്റ് 1 അത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഈ സൂപ്പർ ഹീറ്റഡ് വേപ്പറാണ് കംപ്രസറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ കണ്ടൻസറിന് വെളിയിൽ വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് അതെന്ന് പറയുന്നത് ഹൈ ടെമ്പറേച്ചറാണ്. ദെൻ അഗെയിൻ അത് ഈ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ കടന്ന് വെളിയിൽ വരുന്നു. ആ വെളിയിൽ വരുമ്പോഴുള്ള അതിൻ്റെ കണ്ടീഷൻ പോയിൻറ്റ് 4 ആണ്. പോയിൻറ്റ് 4 എന്ന് പറയുമ്പം സബ് കൂൾ ലിക്വിഡ് ആയിരിക്കും. അതായത് ആസ് കമ്പയർഡ് ടു 3, 4 ടെമ്പറേച്ചർ കുറവായിരിക്കും. മീൻസ് സബ് കൂളിംഗ് പ്രോസസ്സ് സംഭവിക്കുന്നു. അപ്പോൾ ഈ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറിലൂടെ എന്താ സംഭവിക്കുന്നത്? രണ്ടുപേരും ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതായത് വേപ്പർ റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഹീറ്റ് റിജക്റ്റ് ചെയ്തുകൊണ്ട് സബ് കൂളിംഗ് ലിക്വിഡായി മാറുന്നു. അപ്പോൾ ഒരേ സമയം സബ് കൂളിംഗ് പ്രോസസ്സും ഒരേ സമയം സൂപ്പർ ഹീറ്റിംഗ് പ്രോസസ്സും ഈ ഒരു ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ മൂലം സാധിക്കുന്നു. അപ്പോൾ അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമുക്ക് സബ് കൂളിങ്ങും വരും, സൂപ്പർ ഹീറ്റിംഗ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ വേപ്പർ കംപ്രഷൻ റെഫ്രിജറേഷൻ സൈക്കിളിൽ റെഫ്രിജറേറ്റിംഗ് എഫക്റ്റ് കൂടാൻ ഇതുമൂലം കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ. നമുക്ക് വായിക്കാം. ദ ഹോട്ട് കണ്ടൻസേറ്റ് ലിക്വിഡ് ഫ്രം ദ കണ്ടൻസർ ക്യാൻ ബി യൂട്ടിലൈസ്ഡ് ടു സൂപ്പർ ഹീറ്റ് ദ കോൾഡ് വേപ്പർ ഫ്രം ദ ഇവാപ്പറേറ്റർ. അതാണ് ഇവാപ്പറേറ്ററിൽ നിന്ന് വരുന്ന ഡ്രൈ സാറ്റുറേറ്റഡ് വേപ്പറിനെ സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നു. എങ്ങനെ? കണ്ടൻസറിൽ നിന്ന് വരുന്ന ഹോട്ടായിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് ആ ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ വേപ്പർ സൂപ്പർ ഹീറ്റഡ് ആകുന്നത്. അങ്ങനെ ഹീറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്താകുന്നു? സബ് കൂൾഡ് ആകുന്നു. ഓക്കെ, ദെൻ നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത് പ്രഷർ എൻതാൽപ്പി ഡയഗ്രമാണ്. അതുപോലെ തന്നെ സ്കീമാറ്റിക്കുമാണ്. ഇവിടെ നമുക്കൊരു ഇവാപ്പറേറ്റർ ഉണ്ട്, ദെൻ നമ്മുടെ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ഉണ്ട്, കംപ്രസറുണ്ട്, കണ്ടൻസറുണ്ട്, എക്സ്പാൻഷൻ വാൽവ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഓരോ പ്രോസസ്സ് നോക്കാം. അതിൽ ഇവാപ്പറേറ്ററിൻ്റെ എക്സിറ്റിൽ വരുന്ന വേപ്പറിൻ്റെ കണ്ടീഷൻ ഇ ആണ്. ഇവിടെ അത് നമ്മൾ 6 എന്ന് സൂചിപ്പിക്കുന്നു, ഇവിടെ അത് ഇ എന്ന് സൂചിപ്പിക്കുന്നു. ആ ഇ ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ആ ഇ എന്ന് പറയുന്നത് ഡ്രൈ സാറ്റുറേറ്റഡ് ആണ്. ദെൻ അത് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറിലൊക്കെ കടന്ന് വെളിയിൽ വരുമ്പോൾ അത് എഫ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് മാറുന്നു. മീൻസ് സൂപ്പർ ഹീറ്റഡ് ആകുന്നു. എങ്ങനെ? കണ്ടൻസറിൽ നിന്ന് വരുന്ന ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഹീറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടാണ് ഈ വേപ്പർ റെഫ്രിജറൻറ്റ് ഡ്രൈ സാറ്റുറേറ്റഡിൽ നിന്ന് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്. സോ E2F എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഈ ഹീറ്റ് എക്സ്ചേഞ്ചറിലാണ്. E2F. ദെൻ അഗെയിൻ കംപ്രസ് ചെയ്ത് F2A എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുന്നു. ദെൻ അഗെയിൻ കണ്ടൻസറിൽ നടക്കുന്ന പ്രോസസ്സാണ് A2B. എ എന്ന് പറയുന്ന സൂപ്പർ ഹീറ്റഡ് വേപ്പർ റെഫ്രിജറൻറ്റിനെ ബി എന്ന് പറയുന്ന സാറ്റുറേറ്റഡ് ലിക്വിഡ് ആക്കുന്നു. ആര്? കണ്ടൻസർ. ദെൻ ഈ സാറ്റുറേറ്റഡ് ലിക്വിഡ്, അപ്പോഴും അതിന് ഹൈ ടെമ്പറേച്ചർ ഉണ്ട്, ആ സാറ്റുറേറ്റഡ് ലിക്വിഡ് ഈ ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറൊക്കെ പോയി സി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് എത്തുന്നു. സോ ബി ടു സി എന്ന് പറയുന്നതാണ് സബ് കൂളിംഗ് പ്രോസസ്സ്. ബിയിലെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും, സിയിലെ ടെമ്പറേച്ചർ കുറവായിരിക്കും. അതാണ് ബി ടു സി സബ് കൂളിംഗ് പ്രോസസ്സ്. ഇനി അഗെയിൻ സി ടു ഡി എന്ന് പറയുന്നത് എക്സ്പാൻഷൻ വാൽവിലെ പ്രോസസ്സാണ്. ദെൻ ഡി ടു ഇ എന്ന് പറയുന്നത് ഇവാപ്പറേറ്ററിൽ നടക്കുന്ന ഇവാപ്പറേഷൻ പ്രോസസ്സാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര എമൗണ്ട് ഹീറ്റാണോ ഈ വേപ്പർ അബ്സോർബ് ചെയ്ത് സൂപ്പർ ഹീറ്റഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നത്, അതായത് ഇ എഫ് എന്ന് പറയുന്നത് എത്രയാണോ അത്രയും എമൗണ്ട് ഹീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടതാണ്? ലിക്വിഡ് റെഫ്രിജറൻറ്റ് നഷ്ടപ്പെട്ടതാണ്. കാരണം ഇയിൽ നിന്ന് എഫിലേക്ക് എത്താൻ എത്ര എമൗണ്ട് ഹീറ്റ് വേപ്പർ അബ്സോർബ് ചെയ്തോ അത്രയും എമൗണ്ട് ഹീറ്റ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് റിജക്റ്റ് ചെയ്തിട്ടാണ് അത് ബി എന്ന് പറയുന്ന കണ്ടീഷനിൽ നിന്ന് സി എന്ന സബ് കൂൾഡ് സ്റ്റേറ്റിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ ഇ എഫ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബി സി ആയിരിക്കും. ഓക്കെ, ഇനി
liquid suction heat exchanger is a counter flow heat exchanger in which കൗണ്ടർ ഫ്ലോ ആണ്, കാരണം ഒരു ഡയറക്ഷനിൽ റെഫ്രിജറൻറ്റ് വേപ്പർ പോകുന്നു, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ലിക്വിഡ് റെഫ്രിജറൻറ്റ് പോവുക. ഇറ്റ്സ് എ കൗണ്ടർ ഫ്ലോ ഹീറ്റ് എക്സ്ചേഞ്ചർ ഇൻ വിച്ച് ദ റെഫ്രിജറൻറ്റ് ലിക്വിഡ് ഫ്രം കണ്ടൻസർ എക്സ്ചേഞ്ചസ് ഹീറ്റ് വിത്ത് റെഫ്രിജറൻറ്റ് വേപ്പർ ഫ്രം ഇവാപ്പറേറ്റർ. അതുപോലെ തന്നെ ലിക്വിഡ് ഫ്രം കണ്ടൻസർ ആൻഡ് വേപ്പർ ഫ്രം ഇവാപ്പറേറ്റർ ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ടാണ് കൗണ്ടർ ഫ്ലോ എന്ന് പറയുന്നത്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ഫ്ലോ ചെയ്യുന്നത്. ഇനി ദ സാറ്റുറേറ്റഡ് സക്ഷൻ വേപ്പർ എൻറ്ററിങ് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചർ ലീവ്സ് ആസ് സൂപ്പർ ഹീറ്റഡ്. അതായത് ലിക്വിഡ് സക്ഷൻ ഹീറ്റ് എക്സ്ചേഞ്ചറിൻ്റെ എക്സിറ്റിൽ വരുമ്പോൾ വേപ്പർ റെഫ്രിജറൻറ്റ് സൂപ്പർ ഹീറ്റഡ് ആവുന്നു. അതുപോലെ തന്നെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എന്ന് പറയുന്നത് സബ് കൂൾഡ് ആവുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വൽ ഒരു ഐഡിയൽ കേസ് എന്ന രീതി എടുക്കുകയാണ്. എങ്ങും ഈ ഹീറ്റ് എക്സ്ചേഞ്ചർ 100% എഫക്റ്റീവാണ്, വേറെങ്ങും ഹീറ്റ് നഷ്ടപ്പെടുന്നില്ല, നോ ഹീറ്റ് ലോസ് ആണ് എങ്കിൽ എത്ര എമൗണ്ട് ആണോ ഹീറ്റ് അബ്സോർബ് ചെയ്തത് വേപ്പർ റെഫ്രിജറൻറ്റ് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ബൈ ദ ലിക്വിഡ് റെഫ്രിജറൻറ്റ്. അപ്പോൾ സൂപ്പർ ഹീറ്റിങ്ങിന് വേണ്ടി എത്ര എമൗണ്ട് ഹീറ്റ് വേപ്പർ റെഫ്രിജറൻറ്റ് അബ്സോർബ് ചെയ്തു ഈക്വൽ ടു സബ് കൂളിങ്ങിന് വേണ്ടി എത്ര എമൗണ്ട് ഹീറ്റ് റിജക്റ്റ് ചെയ്തു ബൈ ലിക്വിഡ് റെഫ്രിജറൻറ്റ്, രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിജക്റ്റഡ് ഡ്യൂറിങ് അണ്ടർ കൂളിംഗ് ഈസ് ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അബ്സോർബ്ഡ് ഫോർ സൂപ്പർ ഹീറ്റിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എഴുതാം, HF മൈനസ് HE എന്ന് പറയുന്നത് HB മൈനസ് HC ആണ്. സോ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത് HF മൈനസ് HE എന്ന് പറയുന്നത് HB മൈനസ് HC ആണ്. നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് പോവുകയാണ്. കൺവെൻഷനൽ അല്ല, നോൺ കൺവെൻഷണൽ ടൈപ്പാണ്. വോർട്ടക്സ് ട്യൂബ് റെഫ്രിജറേഷൻ.